ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്കുകൾ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇതൊരു ലീഗൽ അല്ലെങ്കിൽ വാലിഡ് സ്പേസ് ആയിട്ട് കാണുന്നുണ്ടോ? ആക്ച്വലി ദാറ്റ്സ് എ വെരി ഗുഡ് പോയിന്റ്. കാരണം ഇതൊരു കമ്മ്യൂണിക്കേഷൻ ടൂൾ മാത്രമായി കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് തരുന്ന ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ ഡൊമൈനകത്ത് വരുന്ന സംഭവം മാത്രമാണ്. ഇതിനൊരു പ്രത്യേകിച്ച് ഇവിടെ ഒരു സ്വാതന്ത്ര്യമൊന്നും ആവശ്യമില്ല. ഇത് പലപ്പോഴും മനസ്സിലാവുന്നില്ല. ലീഗൽ ലിറ്ററസി വളരെ കമ്മിയായത്, ലിറ്ററസി എന്നുള്ളതല്ല, ലീഗൽ അണ്ടർസ്റ്റാൻഡിങ് വളരെ കുറവായതുകൊണ്ട് ഭരണഘടന കൊടുക്കുന്ന ആ ഒരു അവകാശത്തെ നമുക്കൊരു സാധാരണ സർക്കുലർക്ക് ഇറക്കിയിട്ട് അതിനെ ഓവർറൂൾ ചെയ്യാം എന്നുള്ള തെറ്റിദ്ധാരണ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉണ്ട്, പല അതോറിറ്റീസിനും ഉണ്ട്. ആ ഒരു തെറ്റിദ്ധാരണ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സാധാരണ ജീവനക്കാരുമൊക്കെ എന്താ ഈ മേലാൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുക്കുന്നതൊക്കെ പറഞ്ഞ് സർക്കാർ ഉത്തരവ് എന്നൊക്കെ പറഞ്ഞ് ചില ഉദ്യോഗസ്ഥർ ഇറക്കുന്ന കാണാം. ഇറ്റ് ഇസ് ആക്ച്വലി വെരി സ്റ്റുപ്പിഡ്. കാരണം നിങ്ങൾ ഭരണഘടനയുടെ മേലെയൊന്നും അല്ല. ഭരണഘടന സൃഷ്ടിച്ചിരിക്കുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ഭരണഘടന അനുസരിച്ച് ഭരിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അതിനെ ഓവർറൂൾ ചെയ്യാൻ വേണ്ടി അധികാരം നിങ്ങൾക്ക് തന്നിട്ടില്ല. ഇതിനോട് പവേഴ്സ് കൊടുത്തിരിക്കുന്നത് പാർലമെന്റിനും അസംബ്ലിക്കും കൃത്യമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ബഹുമാനിക്കാൻ ആദ്യം നമ്മൾ പഠിച്ചെങ്കിലേ ഇത് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ ഞാൻ പറയുന്നത്. ബട്ട് പോയിന്റ് ഈസ്, ഇതൊരു പ്ലാറ്റ്ഫോമാണ്. അവിടെ 19 തരുന്ന അവകാശം വിനിയോഗിക്കാൻ ഏതൊരു പൗരനും ഉള്ള പോലെ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ശരി, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ചെയ്യാം. അതിനകത്ത് കാണിക്കേണ്ട ഒരു മാന്യതയും മര്യാദയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്ലാറ്റ്ഫോമിന്റെ റൂൾസാണ്. റൂൾസ് ഓഫ് ദി ഗെയിം അവിടെയാണ്. അപ്പം അവിടെ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് കമ്മ്യൂണിറ്റി സ്റ്റാൻഡേർഡ്സ് പാലിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് മേക്സ് സെൻസ്. ഓരോ സ്ഥലത്തിനും ഒരു ലോജിക്കും ടെക്സ്റ്റും സെൻസും ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു സർക്കാർ മീറ്റിംഗ് സംസാരിക്കുന്ന പോലെ അല്ല നമ്മൾ ഫേസ്ബുക്കിൽ സംസാരിക്കുക, ഫേസ്ബുക്കിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ വീട്ടിനകത്ത് സംസാരിക്കുക. അപ്പോൾ ആ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കി പെരുമാറാനുള്ള സാമാന്യ ബുദ്ധി മാത്രമേ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ളൂ.